പക്ഷെ അതിലേറെ സന്തോഷകരമായത് നേരത്തെ രമേശ് എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു സജീവ BJP അനുഭാവിയാണ് രമേശിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് രമേശ് നമ്മളോട് പറഞ്ഞു. രമേശിന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് കുറേ അധികം ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചു, രമേശിനെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ താല്പര്യമുണ്ടെന്ന്. പക്ഷെ രമേശിനെ സഹായിക്കാൻ വേണ്ടി ഇവിടെ തന്നെയുള്ള ഒരു സുഹൃത്ത് നമ്മളോട് സഹായം നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. റഷീദ്. താങ്ക് യു റഷീദ്, സന്തോഷം. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് സഹായിക്കാൻ രമേശ്? 3 മാസം മരുന്ന് ഞാൻ ആ 3 മാസത്തെ പിന്നീടുള്ളത് ഞാൻ ശ്രമം നടത്തിക്കോളാം. എന്തായാലും 3 മാസത്തേക്ക് രമേശിന് ഇനി മരുന്ന് മുടങ്ങില്ല. സന്തോഷമായില്ലേ? അപ്പൊ BJPയിലെ ഒരു അനുഭാവി കൂടിയായ രമേശിന് ഒരു ലീഗ് പ്രവർത്തകരും നേതാവും കൗൺസിലറുമായ റഷീദ് 3 മാസത്തെ മരുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട. സന്തോഷമായില്ലേ? ഹാപ്പിയായി. ഇനി ഇത് മാത്രം പോരാ, ഈ ലോട്ടറി വിൽക്കാനിടയാവുന്ന ഒരു സാഹചര്യം കൂടി സർക്കാർ ഒരുക്കി കൊടുക്കണം എന്നുള്ളതാണ്. റഷീദിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതെന്തായാലും ക്ഷമിക്കണം, രമേശിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. റഷീദ് അടക്കമുള്ള ആൾക്കാരുടെ അടുത്ത് നിൽക്കുമ്പോൾ ഇവിടെ ആരും ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്നുള്ളതാണ് റഷീദ്, അല്ലേ? അപ്പോൾ കൊണ്ടോട്ടിയുടെ ഈ സ്നേഹക്കാഴ്ചയോടുകൂടി ഇന്നത്തെ ഈ പ്രഭാത വാർത്തായാത്ര അവസാനിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, നല്ല മനസ്സുള്ള മനുഷ്യരാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് രാഷ്ട്രീയ കക്ഷിക്കപ്പുറത്തേക്ക് പരസ്പരം മനുഷ്യരെ സ്നേഹിക്കാൻ പറ്റുന്ന മനുഷ്യര് ഇവിടെയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ എങ്ങനെയാ, സന്തോഷായില്ലേ? സന്തോഷായി. അപ്പോ എങ്ങനെയാ തെരഞ്ഞെടുപ്പ് ET മുഹമ്മദ് ബഷീർ 2 ലക്ഷത്തിന്റെ മുകളിൽ 2 ലക്ഷത്തിന് മുകളിൽ പോകും, ഒരു സംശയം വേണ്ട. ആണോ? എന്താ സംശയമില്ല. ആണ്. പക്ഷേ വസീഫ് ചെറുപ്പക്കാരനല്ലേ, അതുകൊണ്ടൊന്നും കാര്യമില്ല. ET വസീം ഇവിടെ കിടക്കണേ ആണ്. രണ്ട് നിലയില്ല. ആണോ? എന്താ അഭിപ്രായം? തീർച്ചയായും സാഹിബ് വളരെ ഭൂരിപക്ഷത്തിൽ 2 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷത്തിൽ പോകും. അങ്ങനെയാണ് അഭിപ്രായം. ചേട്ടാ എന്താ അഭിപ്രായം? നമ്മുടെ ചേട്ടന്റെ പേരെന്താ? അഭിപ്രായം പറയുന്നില്ല. നല്ല ഭൂരിപക്ഷത്തിൽ ET ജയിക്കും. ആണോ? എന്താ സാധ്യത? 2 ലക്ഷത്തിന്റെ മുകളിൽ ഭൂരിപക്ഷത്തിലേക്ക് പോകും. ആണോ? അങ്ങനെ തന്നെയാണോ? ആണോ? ET തമർത്തും. ആണ്, തകർക്കും. പൊന്നാനിയിൽ നിന്ന് വന്നുകൊണ്ടൊന്നും പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. ആണോ? എന്താ അവസ്ഥ? മൊത്തത്തിൽ ഭൂരിപക്ഷം കൂടും. ETയുടെ ഭൂരിപക്ഷം കൂടും. കഴിഞ്ഞ തവണ അബ്ദുൾ സമദാനി ഉണ്ടാക്കിയേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലേക്ക് വരും. അങ്ങനെയാണോ? ഈ മണ്ഡലക്കാരൻ കൂടിയാണ്. എന്താ അഭിപ്രായം? ഇന്ത്യൻ ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ ഇതിഹാസ പുത്രനാണ് ET. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കൊണ്ടോട്ടിക്കാരുടെ സംഭാവനയാണ് ET. ഇന്ത്യയിലെ അധസ്ഥിത, മർദ്ദിത, പീഡിത, പിന്നോക്ക, അവശ ജനവിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണ പോരാട്ടങ്ങൾക്ക് വേണ്ടി രാജ്യത്തുടനീളം പോരാടുന്ന പ്രത്യേകിച്ച് ലോക്സഭയിലൊക്കെ പോരാടുന്ന മഹാവ്യക്തിത്വത്തിന്റെ ഉടമയും പ്രതിഭയുമാണ് ET. ETയുടെ പ്രചരണ യോഗത്തിൽ പ്രസംഗിക്കാൻ വെച്ചതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. രാജ്യത്തെ വർഗീയ വിഘടന, ഫാസിസ്റ്റ് പിന്തിരിപ്പൻ പ്രതിലോമ ശക്തികൾക്കെതിരെ ദേശവ്യാപകമായ പോരാട്ട സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അജയ്യനായ സമര നായകനാണ് ET മുഹമ്മദ് ബഷീർ. ഞങ്ങളെ കൊണ്ടോട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം കൊണ്ടോട്ടിയുടെ ഹൃദയ തട്ടകത്തിൽ ET എന്നും ഒരു സുൽത്താനെ പോലെ വിരാജിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്.